ഹായ് ഫ്രണ്ട്സ്, പപ്പിയാണ്. അപ്പം ഞാനും പൊന്നിച്ചനും കൂടി കേട്ടോ, ഞാനും പൊന്നിച്ചനും കൂടി കൂട് വെക്കാനായിട്ട് വന്നതാണ്. അപ്പം നമ്മളിത് ഇവിടെ ഒരു കൂട് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ നമ്മളെല്ലാം അപ്പുറമായിട്ട് 2 കൂട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് ഇവിടെ ഒരു കൂട് ഇരിപ്പുണ്ട്, അതൊന്ന് എടുക്കാം. നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ കൂട് വെക്കുന്ന അവസ്ഥ വേണേ, മീനെന്തെങ്കിലും കിടക്കുന്ന കണ്ട ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുമല്ലേ. പൊന്നിച്ച ഇപ്പം മഴയായതുകൊണ്ട് എഴുന്നേറ്റ് വന്നേ ഉള്ളൂ. ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിച്ചേക്കാം. ഇല്ലേ നമ്മുടെ കൂട് ഇതിൻ്റെ അകത്താണ് ജബറയൊക്കെ തട്ട് നടക്കുന്നത്. കൂടെടുക്കാം. കാട്ടിൻ്റെ അകത്തൂടെയൊക്കെ കയറിപ്പോണം കൂടെടുക്കാൻ. ഇറങ്ങണ്ട, അറിയാതെ അമ്മ മേളിൽ ചരട്ടി ഇട്ടിട്ടുണ്ട്. അതിട്ട് എന്തോ കുറേ ജവറയല്ലേ, പിന്നെ ഞാൻ ചത്തു. അതെന്തോ അത് കട്ടപ്പളക്കുന്നു. ചെമ്പല്ലി ഉണ്ടായിരുന്നു. ചെമ്പല്ലി അല്ലേ, ചെമ്പല്ലി ഒന്ന് അടുത്ത് കാണിച്ചു കൊടുക്കും. എലി പൊട്ടിച്ചണ്ട ഇതൊന്നും ഇത് കണ്ടോ, നമ്മളെ എലി കടിച്ച് കീറിയതായത് കേട്ടോ. ഇത് ഇത്ര നൂലിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് കെട്ടാൻ പറ്റും. ഇത് എന്നാണ് അത് മറ്റേ കട്ടപ്പള. അത് തല ഇറക്കി അത് വഴി പിന്നെ തിരിച്ചു കയറ്റി. ജവറേനെ കൊണ്ടുപോയ അക്കോർത്ത് ഇടായിരുന്നു. പിന്നെ കൊണ്ടുപോയി, ഇന്ന് കൊണ്ടുപോകണം, നാളെ കൊണ്ടുപോകും. കൊടാ നന്നായിട്ട് വരട്ടെ. ചെമ്പല്ലിയൊക്കെ ചാടിച്ചടിക്കും. അതുവഴി ഇറങ്ങി കിടക്കുന്നുണ്ട് ഈ മീനൊക്കെ കുടി കുടുങ്ങി കിടക്കുന്നു. ജവറയും കുടുങ്ങി. ചാടി ഒരെണ്ണം പോലും ഇല്ല, അറിയാതെ പോലും കയറിയില്ല. ചിലപ്പോ അതിന്റെ ഇടയ്ക്ക് കാണുമോ, നമ്മള് കാണാനായിട്ടായിരിക്കും. ആ പാമ്പിനെ കാണിച്ചു. അയ്യോ ഇല്ല ഇല്ല ഇല്ല, അതുപോലെ നേരെ വരുന്നുണ്ട്. നീ തൊട്ടോ തുടങ്ങാനെന്തോ കുഴപ്പം. നോക്കൂ, പൊന്നിച്ചെന്നെ നേരെ വരുന്നുണ്ട്. അപ്പുറത്ത് അത് പോയടി. ഇവിടെ നമുക്ക് ചെമ്പല്ലി കണ്ടോ, അതിന്റെ കളറൊക്കെ കണ്ടോ, അതിന് മീശയൊക്കെ ഉണ്ട്. ഇതിന്റെ വാലയിലൊക്കെ ഡിസൈൻ നോക്കി കണ്ടോ. ഇതായിരുന്നല്ലേ നമ്മുടെ കൂടിൻ്റെ അകത്ത് മൊത്തം ഇന്നലെ. നല്ല ഡിസൈനൊക്കെ ഉള്ള മീൻ നമുക്ക് അക്വേറിയത്തിൽ ഇടാൻ നാളെ എപ്പോഴെങ്കിലും വരുമ്പോൾ കിട്ടും. ഇതിൻ്റെ ഒന്ന് കാണിച്ചാൽ ഇതുണ്ട്, നമ്മളെ ഈ സ്പൈഡറിനെ കണക്കില്ലേ, അത് സ്പൈഡറല്ലല്ലേ എടി, ഒരു മീനുണ്ടല്ലോ എടി ഒറ്റയ്ക്ക് ഇടുന്ന അക്വേറിയത്തിൽ. ഓ ഫൈറ്ററിനെ കണക്കിരിക്കുന്നത്. ഇത് കണ്ട ഡിസൈൻ കണ്ട, ഇതിൻ്റെ ഇവിടെ ഒരു റെഡ് അല്ലേ? ഇതെന്തിന്റെ മുന്നേ
ഫൈറ്റർ കേട്ടോ. ഇത് എന്തിന്റെ കുഞ്ഞാ? ഇത് കരികണ്ണാച്ചി എന്ന് പറയും നമ്മള്. കരിമണ്ണാച്ചി? അയ്യോ, അത് വെള്ളത്തിൽ പോയില്ല. അത് വെള്ളത്തിൽ പോയില്ല. അതെങ്ങനെ ശരിയോ? ഞാൻ എടുക്കുമ്പോ എന്റെ കൈ വരണം, വേറെ എങ്ങോട്ടും പോവല്ലേ. നമ്മള് കഴിഞ്ഞ വർഷം കൂട് വെച്ചില്ലേ, അപ്പൊ ഫ്രീഡം ഗ്രൗണ്ട് ഇല്ലേ, അതിന്റെ അവിടെ വെച്ചില്ലായിരുന്ന ആ വഴിയുടെ അവിടെ. അപ്പൊ എനിക്ക് ഈ കുഞ്ഞിനെ കിട്ടിയായിരുന്നു. നമ്മൾ അക്വാറത്തിന്റെ അകത്ത് ഇട്ടായിരുന്നു. നമ്മളെ 2 ദിവസം ഇവിടെ വെച്ച് കേട്ടാ. 2 ദിവസം ഇവിടെ വെച്ചിട്ട് നമുക്ക് ചെമ്പല്ലി ഉള്ളായിരുന്നു. അത് കാരണം നമ്മള് കൂട് ഇവിടുന്ന് മാറ്റുക. അതെ പിന്നെ കേറിയ കൂഴിയെല്ലാം ചത്തും പോയി. അതെ, ഈ കരവെള്ളം വരുന്നല്ലേ, അഴുക്ക് വരുന്ന ഇവിടെ ഫുള്ള് ഗവറായിരുന്നു. നമ്മുടെ ഇല്ല അത് കൂരി കേട്ടോ. കൂരി എത്തുപോയി. നമ്മളിത് കരവെള്ളം ചാടുന്ന തോടാ. അപ്പം കൂരിയൊക്കെ കയറി കഴിഞ്ഞാൽ കൂരി ചത്തുപോയി. ആ കിടക്കുന്നുണ്ടോ ഇത്? കൂരി ഒന്നുമില്ല. 2 കൂരി പോയി അതിൻ്റെ അകത്ത്. ഇത് ചെറിയ കൂടല്ലേ? ഇത് എലി വെട്ടിയത് കണ്ട. ഇതും എലി കീറിയിരിക്കും. അത് അവിടെ അതെന്തിൻ്റെ കുഞ്ഞാന്ന് അറിയത്തില്ല. അത് അവിടെ നിൽപ്പുണ്ട്. നമ്മള് എങ്ങനെയാ കൂടെടുക്കും? അത് ഭയങ്കര മൊടയാ. അവിടെ അല്ലായിരുന്നു ആ കൂട് ഇടുന്നേ. ആദ്യം ഇരുന്ന ഇവിടെ, അത് രണ്ടാമത് മാറ്റിയായിരുന്നു. വെള്ളത്തിൽ നീന്തി കബഡി കളിക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ഇവിടെ ആരും അങ്ങനെ കളിക്കാറില്ല. ഇതിൻ്റെ അകത്ത് മറ്റേ ആ ചെറിയ ഇതുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേ ആ ഗവറ അതുകൂടാതെ അത് എലി വെട്ടിയിട്ടുണ്ട്. എലി അതിലും ഗവറ, പിന്നെ കൂടി ചത്തു. നമ്മളെ ഈ കൂട് പൊക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നാളെ ഇതൊക്കെ വരാലിയാണ്. ഈ കൂടെ ഇതൊക്കെ വരാലിയാണ്. ഒരു ശകലം കാലം ചെളി പറ്റിയപ്പോഴേ പൊന്നിച്ചൻ ബഹളം ഉണ്ടാക്കുന്നു. ഞാനെപ്പോഴും ചെളിയില്ല. അതുകൂടാതെ പൊന്നിച്ചൻ പറഞ്ഞത് നമ്മുടെ കൂടിൻ്റെ അകത്തുനിന്ന് മീൻ കിട്ടാൻ നേരത്ത് ആദ്യം ബാഗും കൂടെ അവക്ക് മേടിക്കണമെന്നാണ് അവള് പറഞ്ഞത്. അവളുടെ ബാഗും കൂടെ അതെ ഈ കിടക്കുന്നത്. ആദ്യം കൂട് നോക്കി കിട്ടുന്ന മീൻ കൊടുത്തിട്ട് ബാഗും കൂടെയും മേടിക്കാനുള്ള അപ്പം ഞങ്ങൾ കൂട് വെച്ചിട്ടുണ്ട്. അപ്പം നാളത്തേക്ക് നമ്മൾ ബാഗും കൂടെയും മേടിക്കും അല്ലേ പൊന്നിച്ച? സെറ്റാണ്. അപ്പം നാളെ നമ്മളെ കൂടിൻ്റെ അകത്ത് മീൻ കാണുമെന്നാണ് പൊന്നിച്ചൻ പറയുന്നത് കേട്ടോ. അതുകൂടാതെ ഇന്ന് വൈകിട്ട് 2 കൂടുണ്ടാക്കി നമുക്ക് 2 കൂട് വേറെ കൂടെ വെക്കണം. അപ്പം നമുക്ക് ഇനി വൈകിട്ട് ആ കൂട് വെക്കാനായിട്ട് പോകാം. അത് നാളെ രാവിലെ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ചെന്നിരുന്നേ 2 കൂട് റെഡിയാക്കാം. എന്താ ചെന്നിരുന്ന് 2 കൂട് റെഡിയാക്കിയിട്ട് നമുക്ക് അത് കൊണ്ടുവന്ന് വെക്കാം. ഇവിടെ വെക്കണം. നമുക്ക് അങ്ങ് മോട്ടോറുടെ അവിടെ വെക്കാം. അങ്ങ് അവിടെ തന്നെ.
അമൽ ബ്രോയൊക്കെ ഇച്ചിരി കാര്യം കൊണ്ടുവന്നു കേട്ടോ. കാര്യം എവിടെ കിടക്കും. എന്താ എല്ലാം ഒടിഞ്ഞു വീണ്. നമ്മുടെ ചൈനയിലൊക്കെ മീൻകട പൊളിഞ്ഞിരിക്കുക കേട്ടാ. ഇന്നത്തെ കാറ്റ് വീണാ മൊത്തം ഒടിഞ്ഞു വീണ് കേട്ടാ. അവിടെ മൊത്തം പൊളിഞ്ഞു. താരത്ത് വെള്ളമുണ്ട്, ടൈറ്റാണ്. ആ വെള്ളം അതിനകത്ത് വീഴ തട്ടനിട്ടു തട്ടാനിട്ടു തിളങ്ങട്ടെ. അവിടെ വലുപ്പം കണ്ട കാര്യം ഇതുകൊണ്ട് പോലും. നിനക്ക് ഇനി കോട്ടയത്ത് പോകണം. ഞാൻ പോണ വഴിയ 12,400. ആദ്യം 10,000 ഇത്. അപ്പൊ എത്രയും 10 13 അല്ല 20 അല്ല 13 10 23 സാരിയാ എന്റെ കാലാണ്. എന്റെ കാലം നോക്കിയിരിക്കേണ്ട കാര്യമല്ലോ. രണ്ട് 400. അപ്പം 25 കിലോ. 25 കിലോ സാരി കേട്ടോ. നമ്മൾ
പോയേക്കണം. ഓക്കെ കൂടുതലാണ്. ഒരു കൂടെ കാര്യമുണ്ട് കേട്ടോ. സൂപ്പർ കാര്യമാണ്. പിന്നെ നമ്മളെ അമൽ ബ്രോയുടെ അച്ഛനാകട്ടോ അതായത് തോന്നുന്ന അമൽ ബ്രോയുടെ അച്ഛൻ. രാവിലെ ഇത് നമുക്ക് കറിക്കാം കേട്ടോ. അത് ഞാൻ വെച്ചോളാം. ആ ശരി ശരി. ഇപ്പം വണ്ടി പിടിച്ചേ പയ്യെ പയ്യെ എടുക്കും. പൊക്കോ പൊക്കോ ഇവിടുന്ന് പോ. ആ വെള്ളം തേക്കണം. വെള്ളം തേക്കണേ ഞാൻ അടിപൊളിയായിട്ട് കാണുള്ളൂ. ഈ അതിൻ്റെ അവിടെ തമിഴ്നാട് ദേവറാ കുഞ്ഞുങ്ങൾ എടുക്കും. അപ്പം നമ്മളെ അമലപ്പുറ കൊടുത്ത കാര്യം ഇത് കേട്ടോ. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ അപ്പാപ്പയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.